സ്നേഹമുള്ളവരെ, മഞ്ഞും തണുപ്പും പുൽമേടുകളും നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശവും മനസ്സിൽ നിറയുന്ന കാലമാണ് ക്രിസ്മസ്. ക്രിസ്മസ് അതൊരു അനുഭവമാണ്. നമ്മോടുകൂടെ വസിക്കാനെത്തിയവനെ ഹൃദയത്തിൽ പേറുന്നതും സഹജനിലെ ദൈവിക ഭാവത്തെ കണ്ടെത്തുന്നതുമായ അനുഭവം. ആരവങ്ങളുടെയും ആർഭാടങ്ങളുടെയും വർണ്ണക്കാഴ്ചകൾ ക്രിസ്മസ് നമ്മുടെ മുമ്പിലൊരുക്കുമ്പോൾ അതിൽ മറഞ്ഞിരിക്കുന്ന ത്യാഗത്തിൻ്റെയും സ്വയ അർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റേതുമായ കഥ അത് നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹസമ്മാനമാണ് ബെത്ലഹേമിലെ ദിവ്യ പൈതൽ. അന്ധകാര നിബിഡമായ മനുഷ്യജന്മങ്ങളിൽ പ്രകാശകിരണങ്ങളായി അവനെന്നും നമ്മോടൊപ്പമുണ്ട്. എമ്മാനുവേൽ. ബെത്ലഹേം. ദൈവം തൻ്റെ പ്രിയപുത്രന് പിറവി കൊള്ളാൻ തെരഞ്ഞെടുത്ത സ്ഥലം അത്ര വലുതല്ലെങ്കിലും പ്രവാചകന്മാരിലൂടെ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്ത് ഉയർത്തിയ വിശുദ്ധ സ്ഥലമാണ് ബെത്ലഹേം. ഓരോ ക്രിസ്മസും ചില ബെത്ലഹേം ചിന്തകൾ നമ്മിൽ ഉണർത്തുന്നു. ക്രിസ്മസ് ഒരേ സമയം ദൈവത്തിൻ്റെ താഴ്മയുടെയും മനുഷ്യമഹത്വത്തിൻ്റെയും തിരുനാളാണ്. താഴ്മയെ നെഞ്ചോട് ചേർത്തവർ ബെത്ലഹേമിലെ ശിശുവിനെ തിരിച്ചറിഞ്ഞു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്കേ അവനെ തിരിച്ചറിയാൻ കഴിയൂ. സാധാരണത്വത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണുന്ന കണ്ണുകൾ മാത്രം അവനെ കണ്ടു. ഇടയന്മാർ, ആടുകൾ, പിന്നെ ജ്ഞാനികൾ. എളിമയെ കാണുവാനും സ്വീകരിക്കുവാനും തങ്ങളുടെ കുറവ് തിരിച്ചറിഞ്ഞ് അന്വേഷണത്തിന് തയ്യാറായവരാണ് അവർ. അവൻ്റെ ജനനത്തിൽ മാലാഖമാർ പാടി, സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനത്തിൻ്റെ പ്രതീകമായി ബെത്ലഹേമിനെ കാണാൻ കഴിയുകയുള്ളൂ. ഒരു സദ്വാർത്തയുടെ ഉറവിടവും ആനന്ദത്തിൻ്റെ കേന്ദ്രമായും ബെത്ലഹേമിനെ കാണാം. അപ്പത്തിൻ്റെ ഭവനമെന്ന് അർത്ഥമുണ്ട് ബെത്ലഹേമിന്. അപ്പമായി മാറുന്നവൻ അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്നും ജനിക്കുന്നു. വിസ്മയം തന്നെ. നമുക്കും ബെത്ലഹേം പോലെ താഴ്മയുള്ളവരാകാം. അവന് പിറക്കാൻ ഒരിടം നമ്മിലും രൂപപ്പെടട്ടെ. പട്ടുമെത്ത അവൻ ആഗ്രഹിക്കുന്നില്ല. ആർപ്പുവിളികളും അവന് വേണ്ട. സ്നേഹത്തിൻ്റെ ഇത്തിരി ചൂടും കാരുണ്യത്തിൻ്റെ ചെറുനാളവും എളിമയുടെ കച്ചയും കരുതലിൻ്റെ പുൽമത്തെയും അവനായി നമുക്ക് ഒരുക്കാം. എളിയവനായ അയൽക്കാരൻ്റെ കണ്ണുകളിലൂടെ ദൈവത്തെ ദർശിക്കാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധമായ ആശംസകൾ.